നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് താനേ വളർന്നു നിൽക്കുന്ന ഈ ചെടികളെ നമ്മൾ എന്തിനാ ഉപയോഗിക്കാറുള്ളത്? മിക്കവാറും അനാവശ്യ കളകൾ എന്ന് പറഞ്ഞ് പറിച്ചെറിയാനല്ലേ? എന്നാൽ ഇനി അങ്ങനെ ചെയ്യും മുൻപ് ഈ കുഞ്ഞൻ ചെടിയൊന്ന് നോക്കൂ. ഇതിന്റെ പേര് കൊഴുപ്പ. കാഴ്ചയിൽ ലളിതമാണെങ്കിലും ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെയും വിറ്റാമിനുകളുടെയും ഒരു വൻ കലവറ തന്നെയാണ് ഈ ചെടി. ലോകാരോഗ്യ സംഘടന ഭൂമിയിലെ ഏറ്റവും ഉപയോഗപ്രദമായ ഔഷധ സസ്യങ്ങളുടെ പട്ടികയിൽ ഈ കൊഴുപ്പയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സസ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നത് ഇതിലാണ്. അതുകൊണ്ടുതന്നെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇതിലും നല്ലൊരു നാട്ടുചീര വേറെയില്ല. ഇന്ന് ലോകമെമ്പാടുമുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും കൊഴുപ്പ ഒരു ആഡംബര സാലാഡിനുമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ മാംസലമായ കുഞ്ഞു ഇലകളും ചുവപ്പ് കലർന്ന തണ്ടുകളും സാലാഡുകൾക്കൊരു പ്രത്യേക ഭംഗി നൽകുന്നു. സാധാരണ ഇലക്കറികളിൽ നിന്ന് വ്യത്യസ്തമായി കൊഴുപ്പയ്ക്ക് നേരിയ ഒരു പുളിപ്പും ഉപ്പുരസവുമുണ്ട്. ഇത് സാലാഡുകൾക്ക് പ്രത്യേക രുചി നൽകുന്നു. സസ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഒന്നായതുകൊണ്ടുതന്നെ സൂപ്പർ ഫുഡ് എന്ന നിലയിലാണ് ഹൈ എൻഡ് ഹോട്ടലുകൾ ഇത് അവതരിപ്പിക്കുന്നത്. ആയുർവേദത്തിൽ ഇതിനെ ലോണി എന്നും ഘോട്ടിക എന്നും വിളിക്കുന്നു. ദഹനക്കുറവ് പരിഹരിക്കാനും മൂലക്കുരു അഥവാ പൈൽസ് പോലുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനും കൊഴുപ്പ മികച്ചൊരു ഇലക്കറിയാണ്. ചർമ്മത്തിലുണ്ടാകുന്ന വീക്കം, മുറിവുകൾ, നീറ്റൽ എന്നിവയ്ക്ക് ഈ ഇല അരച്ചു പുരട്ടിയാൽ പെട്ടെന്ന് ആശ്വാസം ലഭിക്കും. മൂത്രതടസ്സം പോലുള്ള പ്രശ്നങ്ങൾക്കും കൊഴുപ്പ കഷായം വെച്ച് കഴിക്കുന്നത് ഫലപ്രദമാണ്. ഇനി കൊഴുപ്പയെക്കുറിച്ച് കേട്ടാൽ അത്ഭുതം തോന്നുന്നൊരു കാര്യം പറയാം. ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്ന ശീലമുണ്ടോ? അല്ലെങ്കിൽ സ്ഥിരമായി ദുസ്വപ്നങ്ങൾ കണ്ടു പേടിക്കാറുണ്ടോ? എങ്കിൽ ഉത്തരേന്ത്യയിൽ ഇതിനൊരു നാടൻ വിദ്യയുണ്ട്. ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്നവരുടെ കട്ടിലിൽ കൊഴുപ്പ ചെടി കെട്ടിയിടാറുണ്ട്. കേൾക്കുമ്പോൾ ഇതൊരു അന്ധവിശ്വാസമായി തോന്നാം, അല്ലേ? എന്നാൽ ഇതിനു പിന്നിൽ അതിശയിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്കുണ്ടാകുന്ന നാശം തടയാൻ കഴിവുള്ള അതിശക്തമായ ആന്റി ഓക്സിഡന്റുകൾ കൊഴുപ്പയിലുണ്ട്. ഇവ തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പണ്ടുകാലം മുതൽ ഉത്തരേന്ത്യയിൽ നിലനിൽക്കുന്ന ഈ നാട്ടുചികിത്സയും ആധുനിക പഠനങ്ങളും ഒരേ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സത്യത്തിൽ കൊഴുപ്പയുടെ ഗുണങ്ങൾ ഈയൊരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നമ്മുടെ പൂർവികർ വിവിധ രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കൊഴുപ്പ ഏതൊക്കെ രീതിയിൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായൊരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കൊഴുപ്പയുടെ ഓരോ ഔഷധ പ്രയോഗങ്ങളും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതികളും